ഹലോ ഫ്രണ്ട്സ്, എച്ച് ആൻഡ് എച്ച് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പാലട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലടയിലെ സദ്യ പാലട മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലവർ പറഞ്ഞിട്ടുണ്ട് 1 ലിറ്റർ പാലിൽ തിളച്ച് കഴിയുമ്പോഴേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി, അത് ഇളകി വറ്റി വരുന്നത് വരെ ഉപയോഗിച്ചാൽ മതി, അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 1 ലിറ്ററിൻ്റെ 2 പാല് എടുത്തിട്ടുണ്ട്, പിന്നെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്, പഞ്ചസാരയും നെയ്യും എല്ലാം ഉണ്ടെന്നാണ്. ഞാൻ അതിന് അടികട്ടിയുള്ള പാത്രത്തിൽ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിള കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോഴേക്ക് ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ഉണ്ടാകാം. ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. നല്ല പാലടയാണ്. ഇതെൻ്റെ മോടെ ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് പിറന്നാൾ വന്നത്. പിറന്നാളിന് അവൾക്ക് എല്ലാ കൊല്ലവും പാല് വെച്ച് അവൾക്ക് സേമിയ പായസമാണ് ഇഷ്ടം. അന്നേരം ഇത്തവണ ഞാൻ പാലട ഉണ്ടാക്കാന്ന് പറഞ്ഞ് പാലട ഉണ്ടാക്കിയാണ്. അപ്പം നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മിക്സ് അത് പൊട്ടിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി ഞാൻ കൊടുത്താൽ അപ്പം അതിനൊന്ന് താഴ്ന്നു വരെ. എന്നിട്ട് മിക്സ് ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് കുറച്ച് വെറുതെ തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടിച്ച് ഞാൻ തിന്ന് നോക്കി. എന്നിട്ടാണ് ഞാനത് ഇട്ടത്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിടണം. കൈ ഇങ്ങനെ ഇളക്കൽ നിർത്തരുത്. നിർത്തി കഴിയുമ്പോൾ ഉടനെ തന്നെ പൊങ്ങിപ്പോരും. അതുകൊണ്ട് കൈ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഫ്ലെയിം കുറച്ച് നേരം വെച്ചു. അട വേകണമല്ലോ, ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല കട്ടിയാണ് ഇതിന്. കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് തോന്നിയിരുന്നത്. അന്നേരം അത് വേഗം കുറച്ച് വേണ്ടി ഞാൻ കുറച്ച് നേരം ഞാൻ അത് കുറച്ച് വെച്ചു. തീ കുറച്ച് വെച്ചിട്ട് അത് വേവിച്ചു. പഞ്ചസാര ഉള്ളത് കൊണ്ട് വേവാനും പാടാണ്. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ സേമിയ ആണെങ്കിലും സാധാരണ അടയാണേലും ഇട്ടുണ്ടാക്കുമ്പോൾ അത് വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് പഞ്ചസാര ഓൾറെഡി അതിലുള്ളത് കൊണ്ട് ഈ അട വെന്ത് കിട്ടാനായിട്ട് പാടാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ച് ഞാൻ ഒരു 10-15 മിനിറ്റ് ഞാൻ നന്നായിട്ട് വേവിച്ചു. ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളം പാലെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ കുറേ നേരം കത്തിക്കേണ്ടി വന്നു. ഗ്യാസിൻ്റെ കാര്യം കുറേ പാടായിപ്പോയി. കുറേ നേരം ഞാൻ നിന്ന് ഇളക്കിക്കൊണ്ടിരുന്നു. അതൊന്ന് കുറുകി കിട്ടാനായിട്ട് എനിക്ക് ദേഷ്യവും വന്ന് കുറുകി കൈ മടുത്തപ്പോൾ. എന്നാലും അവസാനമായപ്പോൾ നല്ല തിളയൊക്കെ വന്ന് ഒരു ബ്രൗൺ കളറാകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷമായി. പാലടയുടെ ബ്രൗൺ കളറുണ്ടല്ലോ പാലടയുടെ, അതൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇളക്കി കുറേ നേരം, ഒരു അരമണിക്കൂറോളം എനിക്ക് ടൈം വേസ്റ്റ് ആയ പോലെ ആയിപ്പോയി. ദേഷ്യവും വന്നു. അങ്ങനെ അവസാനം അത് ഞാൻ കുറുക്കിയെടുത്തു, ഒരു വിധത്തിൽ കുറുക്കിയെടുത്തു. പക്ഷെ സിമ്പിളായിരുന്നു. വേറെ ബാക്കി പാലട ഉണ്ടാക്കുന്ന പോലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ പാലട നമുക്ക് റെഡിയായി. അതൊന്നും ആ വറ്റി വരാനുള്ള സമയമുണ്ടല്ലോ, 1 ലിറ്ററിൽ നിന്ന് അത് കുറുകി. ഇതിപ്പം റൈസ് കുറേ നേരത്തിന് ശേഷം ഇളക്കിയതിന് ശേഷം എനിക്ക് പാലട ഒരുമാതിരി കുറുകി കിട്ടി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എപ്പോഴും പായസം കഴിക്കാൻ പപ്പടവും പഴവും ചേർത്ത് കഴിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അതിനൊരു പപ്പടം എടുത്ത് ഈ പായസം ഒഴിച്ച്, സംഗതി സൂപ്പറായിരുന്നു. കുറച്ചു നേരം ബുദ്ധിമുട്ടിയാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്.